ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ അതിൻ്റെ ഒരു ഡെമോ ഇന്ന് PV അൻവർ, മുൻ MLA PV അൻവർ നടത്തിയിരുന്നു. പക്ഷേ ആ നാടകം കൂടി ഇവിടെ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നല്ലോ. മാത്രമല്ല, ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽ ചാട്ടം ആസൂത്രിത നാടകം എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദസ്വാമിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ജയിൽ ചാടാനാകുമെന്ന് സംശയം പ്രകടിപ്പിച്ച അൻവർ ഡെമോ തയ്യാറാക്കിയാണ് ഇക്കാര്യങ്ങളൊക്കെ വിവരിച്ചത്. VS അച്യുതാനന്ദനിൽ നിന്നും ചർച്ച മാറ്റാനാണ് ജയിൽ ചാട്ടം എന്നും അൻവർ പറഞ്ഞു. കാണാം. ഇതുകൊണ്ടാണ് 1.5 ഇഞ്ച് വണ്ണമുള്ള കാസ്റ്റ് അയൺ റാഡ് മുറിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പറ്റിക്കുന്നു. ഗോവിന്ദച്ചാമി ചാടിയ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലിന് ഉയരം 7.5 മീറ്റർ. ഈ കാണുന്ന മതിലിന് 7.5 മീറ്ററിലധികം ഉയരമുണ്ട്. രണ്ട് ബാരലുകളുടെ സഹായത്തോടെ എങ്ങനെ മതിലിൽ കയറാൻ കഴിയും എന്നാണ് അൻവറിന്റെ ചോദ്യം. തുണികൾ കെട്ടി കമ്പി വേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറയുന്നു. ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി സ്വാഭാവികമായിട്ടും 2 കൈയുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഗോവിന്ദസ്വാമി വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ഇതിലേക്ക് ചാടി കയറുകയാണ്, തുണിയിലേക്ക് ചാടി പിടിക്കുകയാണ്. ഗോവിന്ദച്ചാമിക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സ്ഥാപിക്കാനുള്ള PV അൻവറിന്റെ ഡെമോയിലാണ് ഈ കാര്യങ്ങൾ ദൃശ്യവൽക്കരിച്ചത്. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിന്റെ ഇരുമ്പു കമ്പി മുറിക്കാൻ കഴിയില്ലെന്നും അൻവർ പറയുന്നു. ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ 1 മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കില്ല. VS അച്യുതാനന്ദന്റെ ജനപ്രീതിയിൽ ചർച്ച നടക്കാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബുദ്ധിയാണ് ഇതിനു പിന്നിലെന്നാണ് അൻവറിന്റെ ആരോപണം. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ADGP അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന P ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ. ന്യൂസ് മലയാളം, മലപ്പുറം.